പ്ലസ് സെറ്റ് ബ്രിജി കേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ യാത്രയിലായിരുന്നു, വീണ്ടും തിരിച്ചെത്തി. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ഡിപ്പാണ്. കട്ട്ലറ്റും ഫ്രഞ്ച് ഫ്രൈ അല്ലെങ്കിൽ ചിപ്സ് അങ്ങനെയൊക്കെ കഴിക്കാനുള്ള 2 ഡിപ്പ്. കട്ട്ലറ്റ്, ചിപ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കഴിക്കാനായിട്ടുള്ള 2 ഡിപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒന്ന് മയണൈസ് ഷേഷ്വാൻ ഡിപ്പ്, പിന്നെ ഒന്ന് എരിവ് വേണ്ടവർക്ക് മയണൈസ് പെരി പെരി ഡിപ്പ്. അപ്പോൾ അതിൽ വേണ്ടത് നമ്മൾ ആദ്യം തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ഫുൾ സ്പൂൺ മയണൈസ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഷേഷ്വാൻ സോസ് വാങ്ങിക്കാൻ കിട്ടും. അത് 1 സ്പൂൺ ഷേഷ്വാൻ ഒഴിച്ചു, ഷേഷ്വാൻ സോസ് ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഡിപ്പിലിടാനുള്ള ഗാർലിക് പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ വെളുത്തുള്ളി ഇതേപോലെ ചൂടാക്കിയിട്ട് ഒന്ന് കത്തിയാലും കുഴപ്പമില്ല. അത് നല്ല ക്രഷ് ചെയ്തിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ബേൺ ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക് ഇടാം. ഗാർലിക് പൗഡർ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും ഇങ്ങനെ ഇടുമ്പോഴാണ്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ അതിൽ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്താവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളതൊരു സെർവിങ് പാത്രത്തിലേക്ക് പകർത്തുന്ന മയണൈസ് പിരി പിരി സോസാണ്. കുറച്ച് എരിവ് വേണ്ടവർക്ക് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര മെമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അതിലിതുപോലെ 1 സ്പൂൺ മയണൈസ് സോസ്, അതിൻ്റെ കൂടെ നമുക്ക് പെരി പെരി സോസ് വാങ്ങിക്കാൻ കിട്ടും, അത് ആവശ്യത്തിന് ഒഴിക്കുക കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിൽ വേണമെങ്കിൽ ഒരു ഡാഷ് ഓഫ് ഷുഗർ ചേർത്താം, അല്ലെങ്കിൽ ഉപ്പ് ചേർത്താം. പിന്നെ വെളുത്തുള്ളി എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി പൗഡറല്ല ഇങ്ങനെ അരിഞ്ഞത് ചേർക്കും. പിന്നെ കുറച്ച് കെച്ചപ്പും വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ചെറിയ പാത്രത്തിലേക്ക് നമ്മളത് മാറ്റും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഒറിഗാനോ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പാഴ്സലി, ഇതെല്ലാം ഇങ്ങനെ ഡ്രൈ പാഴ്സലി, ഡ്രൈ ഒറിഗാനോ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ. കുറച്ച് പാഴ്സലി, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. കട്ട്ലറ്റ് എടുത്ത് ഇങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. കഴിച്ച് നോക്കണം. ഫ്രഞ്ച് ഫ്രൈ ആയാലും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.